ഹലോ ഗായ്സ്, നമുക്ക് പുതിയൊരു ടോപ്പിക്കിലേക്ക് ഇന്ന് പോവാം. സോ ദാറ്റ് ഈസ് ബയോസ്റ്റാറ്റിസ്റ്റിക്സ്. എൻ്റെ റെഫറൻസ് ടെക്സ്റ്റ് പബ്ലിക് ഹെൽത്ത് ഡെൻറ്റിസ്ട്രി സോബൻ പീറ്റർ ആൻഡ് ബയോസ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു ബുക്കാണ് ബൈ BK മഹാജൻ. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഇൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ്. സോ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന വേർഡ് ഒരു ഇറ്റാലിയൻ വേർഡ് എന്നും ഒരു ജർമ്മൻ വേർഡ് എന്നുമാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റാലിയൻ വേർഡ് ഇറ്റ് ഇസ് സ്റ്റാറ്റിസ്റ്റ മീനിങ് സ്റ്റേറ്റ്സ്മാൻ ആൻഡ് ജർമ്മൻ വേർഡ് സ്റ്റാറ്റിസ്റ്റിക് മീനിങ് എ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്. ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ, ഒരു പീസ് ഓഫ് ഇൻഫർമേഷൻ ആയിട്ട് എടുത്താൽ മതി. ഓക്കെ, ദെൻ നൗ വാട്ട് ഇസ് സ്റ്റാറ്റിസ്റ്റിക്സ്? ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ചെറിയൊരു ഐഡിയ ഉണ്ടാവും. ഇപ്പം ഒരു 12th പഠിക്കുന്ന ഒരു കുട്ടിയോട് വാട്ട് ഇസ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് ചോദിച്ചാൽ മേ ബി പറയുമായിരിക്കും സംതിങ് റിലേറ്റഡ് ടു മാത്സ്. ഓക്കെ, ഇത് മാത്സുമായിട്ട് റിലേറ്റ് ചെയ്ത സംഭവം തന്നെയാണ്, പക്ഷേ ഇറ്റ് ഈസ് മച്ച് മച്ച് ബിയോണ്ട് ദാൻ വാട്ട് വി എക്സ്പെക്ട്. Okay, I'll explain in detail. It is a science of compiling, classifying and tabulating numerical data. Okay, so it is related to numbers. നമ്മൾ അതിനെ കമ്പൈൽ ചെയ്യണം, ക്ലാസിഫൈ ചെയ്യണം, then we have to tabulate the numerical data and expressing the results in a mathematical or graphical form. നമുക്ക് കിട്ടിയ റിസൾട്ട്സിനെ മാത്തമാറ്റിക്കൽ ഫോമായിട്ടോ ഗ്രാഫിക്കൽ ഫോമായിട്ടോ നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. കുറേ സെറ്റ് ഓഫ് ഡേറ്റാസ് ഉണ്ട്, അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുക, കമ്പൈൽ ചെയ്യുക, ടാബുലേറ്റ് ചെയ്യുക, ആൻഡ് ദെൻ വി ആർ എക്സ്പ്രസിങ് ദ റിസൾട്ട്സ് ഇൻ മാത്തമാറ്റിക്കലോ ഗ്രാഫിക്കൽ ഫോം. ഇതാണ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു ബ്രോഡ് ആയിട്ടുള്ള ഡെഫിനേഷൻ. ഓക്കെ, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ബയോസ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഓക്കെ, വി ആർ കൺസേൺ മോർ അബൌട്ട് ബയോസ്റ്റാറ്റിസ്റ്റിക്സ്. സോ വി ആർ മൂവിങ് ഇൻ ടു biostatistics. So what is biostatistics? It is a branch of statistics concerned with mathematical facts and data related to biological events. അതായത് ബയോളജിക്കൽ ഇവൻസുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള ഫാക്ട്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഡേറ്റാസ്, അതാണ് ബയോസ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് ബയോസ്റ്റാറ്റിസ്റ്റിക്സിലും നമ്മൾ ഈ പറഞ്ഞ പരിപാടികളെല്ലാം ചെയ്യണം. നമുക്ക് കിട്ടിയ ഡേറ്റേനെ ക്ലാസിഫൈ ചെയ്ത് കമ്പയർ ചെയ്ത് ടാബുലേറ്റ് ചെയ്ത് നമ്മൾ റിസൾട്ട്സ് മാത്തമാറ്റിക്കൽ ഫോമിൽ എക്സ്പ്രസ് ചെയ്യണം. മനസ്സിലായോ? ഇപ്പം ബയോളജിക്കൽ ഇവൻറ്റ്സ് എന്തുവാ, ഹാർട്ട് റേറ്റ്, റെസ്പിറേഷൻ, അങ്ങനെ ഇപ്പം നിങ്ങൾ എപ്പിഡമോളജി തന്നെ കുറേ പഠിച്ചില്ലേ, അപ്പോൾ അതിനകത്തുള്ള ഡിസീസിൻ്റെ ഫ്രീക്വൻസി, എനി കൈൻഡ് ഓഫ് ബയോളജിക്കൽ ഇവൻറ്റ്സ്. സോ ഇതാണ് നമ്മൾ കൺസേൺഡ് ആയിരിക്കുന്നത്. സോ വി ആർ മോർ ഇൻ ടു ബയോസ്റ്റാറ്റിസ്റ്റിക്സ്. ആൻഡ് ദിസ് പേഴ്സൺ ആ പിക്ചറിൽ കാണുന്നുണ്ടല്ലോ, ഹീ ഈസ് ജോൺ ഗ്രാൻഡ് ആൻഡ് ഹീ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഹെൽത്ത് സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ, ബയോസ്റ്റാറ്റിസ്റ്റിക്സും അല്ല, സ്റ്റാറ്റിസ്റ്റിക്സും അല്ല, ഹെൽത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്, ഹൂ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഹെൽത്ത് സ്റ്റാറ്റിസ്റ്റിക്സ്? ഹീ ഈസ് ജോൺ ഗ്രാൻഡ്. ഓക്കെ, ഇനി എന്തിനാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ പഠിക്കേണ്ടത്? സിൻസ് വി ആർ ഇൻ ടു ദിസ് മെഡിക്കൽ ഫീൽഡ്, അല്ലെങ്കിൽ നമ്മൾ ബയോളജി മാത്രം പഠിച്ച് വന്ന് നമ്മൾ എന്തിനാണ് പെട്ടെന്ന് ഒരു മാത്സ് റിലേറ്റഡ് കാര്യത്തിലേക്ക് പോകുന്നത്? എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും, ഞാനും ഒബ്വിയസ് ആയിട്ട് ആലോചിച്ചിട്ടുണ്ട്. വെൻ ഐ വാസ് ഡൂയിങ് UG, വൈ ആർ വി സ്റ്റഡിങ് ഓൾ ദീസ് ബുൾഷിറ്റ്, ഇറ്റ് ഈസ് അറ്റ് എ വേസ്റ്റ് ഓഫ് ടൈം. ഇതന്നെയായിരുന്നു ഞാനും വിചാരിച്ചിരുന്നത്. ഓക്കെ, പക്ഷേ ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ചാണ്. അത് നിങ്ങൾക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവണമെങ്കിൽ നിങ്ങളൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ആൻഡ് അവിടെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലാണ്ട് നിങ്ങൾക്ക് സസ്റ്റെയിൻ ചെയ്ത് പോകാനേ പറ്റില്ല. എവ്രിവെയർ ഇറ്റ് ഈസ് നീഡഡ്. സോ ബേസിക് ആയിട്ട് തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ യു ട്രൈ ടു ഗെറ്റ് വാട്ട് ടു സേ, ഒരു ബേസ് ഉണ്ടാക്കാൻ നോക്കുക. ഞാൻ വളരെ മാക്സിമം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അതിൻ്റെ കോൺസെപ്റ്റ് ക്ലിയർ ആക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. സോ നിങ്ങളൊരു ബേസ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് കൂടുതലായിട്ട് PG ലെവലിൽ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അവിടെ നിങ്ങൾ ആരും പഠിപ്പിക്കാൻ പോകുന്നില്ല. ടു ബി ഫ്രാങ്ക്, നിങ്ങളെല്ലാം സ്വയം വായിച്ച് മനസ്സിലാക്കുമ്പം ഈ ഒരു ബേസ് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി മോർ ഈസിയർ ഫോർ യു. സോ അതുകൊണ്ട് ഞാൻ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇൻ ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും നമുക്ക് പോകാൻ പറ്റില്ല. സോ എന്നാൽ കഴിയുന്ന പോലെ ഞാൻ സ്ട്രെസ് ചെയ്ത് തരാം, സ്ട്രെസ് ചെയ്യേണ്ട പോയിൻറ്റ്സ്. ഓക്കെ, സോ വൈ സ്റ്റാറ്റിസ്റ്റിക്സ്? എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഇമ്പോർട്ടൻസ്? ഇപ്പം നമ്മൾ എപ്പിഡമോളജി പഠിച്ചു. സോ എപ്പിഡമോളജി ആൻഡ് ബയോസ്റ്റാറ്റിസ്റ്റിക്സ് ആർ സിസ്റ്റർ സയൻസസ്. ഓക്കെ, ഇത് രണ്ടും എന്താ പറയുക, ഹാൻഡ് ഇൻ ഹാൻഡ് പോകേണ്ട ഒരു സംഭവമാണ്. ഓക്കെ, സോ എപ്പിഡമോളജിയിൽ വാട്ട് ഡിഡ് വി ഡു? വി ഹവ് കളക്റ്റഡ് ദ ഫാക്ട്സ് റിലേറ്റിംഗ് ടു എ ഗ്രൂപ്പ് ഓഫ് പോപ്പുലേഷൻ ഇൻ പ്ലേസസ്, ടൈം, സിറ്റുവേഷൻസ് എക്സെട്ര, സോ ആൻഡ് സോ. അങ്ങനെ നമ്മൾ പല പല ഫാക്ട്സ് കളക്ട് ചെയ്തു എപ്പിഡമോളജിയിൽ. അതായത് ഡിസീസ് ഒക്കർ ചെയ്ത സ്ഥലം, അത് അഫക്റ്റ് ചെയ്ത ആൾക്കാർ, അവരുടെ അവസ്ഥ, പല പല ഫാക്ട്സ്, ഡിസീസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇവൻറ്റ്. ഓക്കെ, ഇനി what this biostatistics does, it convert all the facts into figures, and at the end it translates again them into facts with a proper interpretation. അതാണ് ബയോസ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ജോബ്. അതിനെ വീണ്ടും നമുക്ക് ഫിഗേഴ്സ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് വിത്ത് എ മാത്തമാറ്റിക്കൽ ഫോർമുല അല്ലെങ്കിൽ ഒരു മാത്തമാറ്റിക്കൽ ഒരു ബേസ് വെച്ചിട്ട്. ഓക്കെ, ആൻഡ് വി ആർ ഇൻ്റർപ്രറ്റിംഗ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദിയർ റിസൾട്ട്സ്. ഓക്കെ, സോ
ആ ടേം സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്ന ടേം ഹൈലൈറ്റ് ചെയ്യണം. അതാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ കണ്ടുപിടിച്ച സംഭവം സിഗ്നിഫിക്കൻ്റ് ആണോ അല്ലയോ അതറിയാനാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ബയോസ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നത്. ടാബുലേഷനും ക്ലാസിഫിക്കേഷനും ഒക്കെ ഉണ്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ സിഗ്നിഫിക്കൻ്റ് ആണോ അല്ലയോ, വെദർ ദ ഫൈൻഡിങ്സ് വി ഗോട്ട് ആർ സിഗ്നിഫിക്കൻ്റ് ഓർ നോട്ട്. ഓക്കെ, സോ അതിനാണ് നമുക്ക് ബയോസ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത്. ഇപ്പം നിങ്ങൾ PG കഴിഞ്ഞാലും നിങ്ങൾ എന്തൊരു സ്റ്റഡി നിങ്ങൾ വായിച്ചിപ്പോൾ നിങ്ങൾ പല ജേർണലിലും ഒരു സ്റ്റഡി പബ്ലിഷ് ചെയ്ത് നിങ്ങൾക്ക് ഒരുപാട് PG ലെവലിൽ ഒരുപാട് സ്ഥലത്ത് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കി, നിങ്ങൾ സ്വയം മനസ്സിലാക്കി പല രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യേണ്ടി വരും. സോ അവിടെയെല്ലാം ഒരു ആർട്ടിക്കിൾ പോലും നിങ്ങൾക്ക് കാണാൻ ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ബയോസ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഇല്ലാത്ത ഒരു ആർട്ടിക്കിൾ പോലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. സോ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഇതാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പം ഞാൻ ഒന്നും കൂടെ ഒരു ക്ലിയർ ആക്കി തരാൻ വേണ്ടി പറയാം. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഷുഗർ കോസസ് ഡെൻ്റൽ കേരീസ്. അതൊരു വേൾഡ് വൈഡ് ആക്സെപ്റ്റഡ് ഫാക്റ്റ് ആണ്. ഓക്കെ, അത് നമ്മൾ സ്റ്റഡി വെച്ചിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. ഒരു വിപ്ഫോം സ്റ്റഡി എടുത്തു, നമ്മൾ അവിടെ പല കുറേ ഗ്രൂപ്പിനെ എടുത്തു, എന്നിട്ട് കുറേ ഗ്രൂപ്പിന് നിങ്ങൾ ഡെൻ്റൽ കേരീസിൽ പഠിച്ചിട്ടുണ്ടാവും വിപ്ഫോം സ്റ്റഡി. ഞാൻ എപ്പിഡമോളജിയിലും ചെറിയൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ ഗ്രൂപ്പിന് പല ടോഫി കൊടുത്തു, കാരമൽ കൊടുത്തു, അങ്ങനെ കുറേ ഗ്രൂപ്പ്സ് ഉണ്ടാക്കി. എന്നിട്ട് നമ്മൾ അവസാനം അത് കഴിച്ചിരുന്നവർക്കെല്ലാം കേരീസിൻ്റെ പ്രിവലൻസ് കൂടുതലാണ് നമ്മൾ കണ്ടുപിടിച്ചു. സോ അങ്ങനെ അതൊരു വേൾഡ് വൈഡായിട്ട് ആക്സെപ്റ്റഡ് ആയി അല്ലേ. അങ്ങനെ ഇപ്പോൾ ഒരു കൊച്ചുകുട്ടിക്ക് പോലും അറിയാം ഷുഗർ കൂടുതൽ കഴിച്ചാൽ കേരീസ് വരും. ഇതെങ്ങനെയാണ് ഇവർ ഈ ഒരു ഫാക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റഡിയിലേക്ക് എത്തിയത് എന്നുള്ളത് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? സോ അവിടെയാണ് ഈ എപ്പിഡമോളജിയും ബയോസ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഇമ്പോർട്ടൻസ്. ഇപ്പം ഈ നമ്മളിപ്പോൾ ബയോസ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് എ സയൻസ് ഓഫ് കളക്ടിങ്, ക്ലാസിഫയിങ്, കമ്പയറിങ് ഡേറ്റാസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് എന്ത് ഡേറ്റ ആയിരിക്കും കിട്ടുക? അപ്പോൾ നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് ഷുഗർ കൊടുത്തു ആൻഡ് വി ആർ മെഷറിങ് ദ കേരീസ് ഒക്കറൻസ്. അപ്പം ഷുഗർ കൊടുക്കുമ്പോൾ നമുക്ക് ഒരു മെഷർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ക്വാണ്ടിറ്റി വേണ്ടേ. അപ്പം നമുക്ക് ഒരു ടേബിൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കും. അപ്പം എമൗണ്ട് ഓഫ് ഷുഗർ ഒരു ഗ്രൂപ്പിൽ, ജസ്റ്റ് ഒറ്റ ഗ്രൂപ്പിൻ്റെ കാര്യം ആലോചിച്ചാൽ മതി. എമൗണ്ട് ഓഫ് ഷുഗർ ഇൻ വൺ ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ ഒരു ഗ്രൂപ്പിൽ ഞാൻ 5 ഗ്രാം കൊടുത്തു, അടുത്ത ഗ്രൂപ്പിൽ ഞാൻ 10 ഗ്രാം കൊടുത്തു, 15 ഗ്രാം കൊടുത്തു, 20 ഗ്രാം കൊടുത്തു ഓഫ് ഷുഗർ ഡെയിലി കൊടുക്കുന്നതിൻ്റെ ഒരു ജസ്റ്റ് ഹൈപ്പോത്തറ്റിക്കൽ എക്സാമ്പിളാണ്. അതിൻ്റെ എത്തിക്സും സയൻസും ഒന്നും ആലോചിക്കണം, ജസ്റ്റ് ഹൈപ്പോത്തറ്റിക്കൽ എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ 5 ഗ്രാം കൊടുത്ത കുട്ടികളിൽ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ കുട്ടിക്ക് ഒരാളെ വെച്ചെടുത്താൽ മതി, എത്ര ഇൻക്രിമെൻറ്റ്സ് ഓഫ് ഡെൻ്റൽ കേരീസ് വന്നു, അതാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഡെൻ്റൽ കേരീസ് നിങ്ങൾ എങ്ങനെ മെഷർ ചെയ്യുമെന്നായിരിക്കും ആലോചിക്കുന്നത്. എങ്ങനെയായിരിക്കും മെഷർ ചെയ്യുക? എനി ഐഡിയ? ഒന്നുമല്ല, നമ്മുടെ ഇൻഡൈസസ്. ഇവിടെയാണ് ഇൻഡെക്സിൻ്റെ ഉപയോഗം വരുന്നത്. ഇൻഡെക്സ് പഠിക്കുമ്പോഴും ഞാനും വിചാരിച്ചിട്ടുണ്ട് എന്തിനാണ് ഈ സാധനമൊക്കെ പഠിക്കുന്നതെന്ന്. ഇവിടെയൊക്കെയാണ് നമ്മൾ ഓരോ സാധനങ്ങൾ മെഷർ ചെയ്യാനും നമുക്ക് സ്പെസിഫിക് ഇൻഡൈസസ് ഉണ്ട്. സോ നമ്മൾ DMFT ഓപ്റ്റ് ചെയ്യുന്നു. അപ്പം ഇന്ന കുട്ടിക്ക് ഇത്ര D, ഇത്ര M, ഇത്ര F. അപ്പോൾ അവിടെയും നമുക്ക് ക്ലാസിഫിക്കേ അല്ലെങ്കിൽ ഒരു ടാബുലേറ്റ് ചെയ്യാൻ നമുക്ക് വേണ്ട ഡേറ്റാസ് കിട്ടിയില്ലേ. അപ്പം 5 ഗ്രാം കൊടുത്ത കുട്ടിക്ക് ഒരു 2 DK, 10 ഗ്രാം കൊടുത്ത കുട്ടിക്ക് ഒരു 4 DK, അങ്ങനെ 6 DK, 10 DK. അപ്പോൾ നമുക്ക് അവസാനം മനസ്സിലായി ഇത് കൂടുന്തോറും DKൻ്റെ നമ്പർ ഓഫ് DK കൂടുന്നുണ്ട്. മനസ്സിലായി? അപ്പോൾ നമുക്ക് അവിടെ നമ്മൾ ആ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഡെഫിനിഷൻ നമ്മൾ ടാബുലേറ്റ് ചെയ്തു, ഡേറ്റാനെ ക്ലാസിഫൈ ചെയ്തു, ടാബുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് റിസൾട്ട്സ് ഇൻ്റർപ്രറ്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ റിസൾട്ട്സ് അപ്പം എപ്പിഡമോളജീൻ്റെ പ്രകാരം നമ്മൾ സ്റ്റഡി നടത്തി. പല ഡിസൈൻസ് ഉണ്ട്. നമ്മുടെ സ്യൂട്ടബിൾ ഡിസൈൻ നമ്മൾ സെലക്ട് ചെയ്തു ആൻഡ് വി ഹാവ് കണ്ടക്റ്റഡ് എ സ്റ്റഡി. ഈ സ്റ്റഡി നടത്തി. ഇനി നമുക്ക് റിസൾട്ട്സ് കിട്ടണം. റിസൾട്ട്സിലാണ് നിങ്ങളുടെ ബയോസ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഈ റിസൾട്ട് എല്ലാവരിലേക്കും അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു ജേർണലിൽ പബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇത് ജേർണലിലൊക്കെ പബ്ലിഷ് ചെയ്താൽ മാത്രമേ എല്ലാവരും അറിയുള്ളൂ. അങ്ങനെ ഇതിനൊരു വേൾഡ് വൈഡ് അക്സെപ്റ്റൻസ് കിട്ടുള്ളൂ. നിങ്ങൾ കേട്ടിട്ടില്ലേ പല പഠനങ്ങൾ, വേൾഡ് ഫേമസ് ആയിട്ടുള്ള സ്റ്റഡീസ്, പ്രബന്ധങ്ങൾ, അങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ. സോ അതൊക്കെ ഈ സ്റ്റഡീസിനെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ബയോസ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഹെൽപ്പ് വേണം. അവിടെ നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ട സംഭവം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ റിസൾട്ട്, നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് ഉണ്ടല്ലോ, വെദർ ഇറ്റ് ഈസ് ഡ്യൂ ടു ചാൻസ് ഓർ നോട്ട്, അതാണ് നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ട സംഭവം. സോ അതിന് നമ്മൾ p-വാല്യൂ എന്ന് പറയുന്നൊരു സംഭവം കണ്ടുപിടിക്കും. ഓക്കെ, p-വാല്യൂ കണ്ടുപിടിക്കുന്നതെല്ലാം നമുക്ക് സോഫ്റ്റ്വെയർ തരും. ഇതിനായിട്ട് തന്നെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ഓക്കെ, നമ്മൾ സോഫ്റ്റ്വെയറിലാണ് എല്ലാം ചെയ്യുന്നത്. പക്ഷേ നിങ്ങളുടെ ഡേറ്റാസ് പ്രോപ്പറായിട്ട് എൻ്റർ ചെയ്തിട്ട് ഏത് ടെസ്റ്റാണോ ഏത്
ഇപ്പം നിങ്ങൾ ഒരു സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, ആ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് പി വാല്യൂ കിട്ടുള്ളൂ. സോ ദിസ് പി വാല്യൂ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് എന്തായാലും എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അവിടെ ആ ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് പി വാല്യൂ കിട്ടാനാണ്. അല്ലെങ്കിൽ നമ്മുടെ ഹൈപ്പോത്തസിസ് നമുക്ക് ടെസ്റ്റ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഹൈപ്പോത്തസിസ് കറക്റ്റ് ആണോ അല്ലയോ എന്ന് പറയാൻ പറ്റുള്ളൂ. എല്ലാ സ്റ്റഡി ഡിസൈൻസിലും നിങ്ങൾ ലാസ്റ്റ് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ പഠിച്ചിട്ടില്ലേ? സോ അനാലിസിസ് എന്ന് പറയുന്നത് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് അതിൻ്റെ ഒരു ഭാഗമാണ്. ഓക്കെ, എന്നാലേ നിങ്ങൾക്ക് ഫൈനലായിട്ട് അത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പി വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ, ഇഫ് പി വാല്യൂ, ഇത് ഓർത്ത് വെച്ചോളൂ, ഞാൻ വീണ്ടും പറയുന്നതായിരിക്കും, ഇഫ് പി വാല്യൂ ഇസ് ലെസ് ദാൻ 0.05, അതൊരു കോൺസ്റ്റൻ്റ് ആണ്. വേൾഡ് ആയിട്ട് നമ്മുടെ ഗ്ലോബലി അക്സെപ്റ്റ് ചെയ്തത് പി വാല്യൂ ഇഫ് ലെസ് ദാൻ 0.05, whatever results we got is statistically significant. Statistically significant. What does that mean? അതായത് നിങ്ങൾക്ക് കിട്ടിയ നിങ്ങളുടെ ഒബ്സർവേഷൻ, നിങ്ങൾ കണ്ടുപിടിച്ച കാര്യങ്ങൾ, നിങ്ങൾ പി വാല്യൂ ലെസ് ദാൻ 0.05 ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഒബ്സർവേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ സംഭവങ്ങൾ ഇസ് നോട്ട് ഡ്യൂ ടു ചാൻസ്. അവിടെ ചാൻസിൻ്റെ ഒരു പ്രോബബിലിറ്റി നമ്മൾ എലിമിനേറ്റ് ചെയ്തു. നമുക്ക് ചാൻസ് എന്നുള്ളൊരു ഫാക്ടർ കൊണ്ടല്ല കിട്ടിയത്. വാട്ട് എവർ വി ഡിഡ് വാസ് പ്രോപ്പർ അല്ലെങ്കിൽ അക്കോർഡിംഗ് ആയിട്ടാണ്. അല്ലാതെ തെറ്റോ ശരിയോ എന്നല്ല കേട്ടോ പറയുന്നത്. ആ ഒരു കോൺസെപ്റ്റേ അല്ല. നമ്മൾ ചെയ്ത ശരി തെറ്റാണോ, എന്താ പറയുക, തെറ്റാണോ ശരിയാണോ എന്നുള്ള കോൺസെപ്റ്റ് അല്ല പി വാല്യൂ തരുന്നത്. ഇപ്പോഴേ ക്ലിയർ ആക്കിക്കോളൂ. ഇറ്റ് ഈസ് ജസ്റ്റ് എക്സ്പ്ലെയിനിങ് യു ലൈക്ക് വെദർ യു ഡിഡ് വാസ്, വെദർ ഇറ്റ് വാസ് ഡ്യൂ ടു ചാൻസ് ഓർ നോട്ട്, അത്രയേ ഉള്ളൂ. ലെസ് ദാൻ 0.05 ആണെങ്കിൽ ചാൻസ് എന്നുള്ള ആ ഒരു പ്രോബബിലിറ്റി നമ്മൾ എലിമിനേറ്റ് ചെയ്യും. നമ്മൾ ചാൻസ് എന്നുള്ളൊരു പ്രോബബിലിറ്റി അല്ല, നമുക്ക് നമ്മുടെ കറക്റ്റായിട്ട് നമ്മുടെ സ്റ്റഡി കൊണ്ടാണ് കിട്ടിയത്. ഇപ്പോൾ ചാൻസ് കൊണ്ട് നമുക്ക് റിസൾട്ട്സ് കിട്ടാറില്ലേ? ഇപ്പം എന്താ പറയുക, ചില സമയത്ത് നമുക്ക് ചാൻസ് അല്ലെങ്കിൽ ഒരു നമ്മൾ തീരെ വിചാരിക്കേണ്ടെന്ന് നമ്മൾ വിചാരിച്ച റിസൾട്ട് ചില കാര്യങ്ങൾക്ക് നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ആ ചാൻസ് എന്നുള്ളൊരു ഫാക്ടറാണ് ഇവിടെ എലിമിനേറ്റ് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ്. ജസ്റ്റ് ഒരു ഇൻട്രോ ആണ്, ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. സോ ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇനി കൂടുതൽ പറയുമ്പം ക്ലിയർ ആയിക്കോളും കോൺസെപ്റ്റ്സ്. ഓക്കെ, so biostatistics converts all facts into figures, and at the end it translates them into facts and interpreting the significance of their results. So this is the importance of statistics. So why we are doing statistics? Okay, next, use of biostatistics. ഞാനപ്പോൾ അതന്നെയാണ് ഇപ്പോൾ കുറച്ച് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. ഫസ്റ്റ് വൺ, ടു ടെസ്റ്റ് വെദർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടു പോപ്പുലേഷൻ ഇസ് റിയൽ ഓർ എ ചാൻസ് ഒക്കറൻസ്. ഞാനിവിടെ ഓരോ ഇൻഡിവിജ്വലായിട്ട് പറഞ്ഞു. ഇവിടെ ജസ്റ്റ് പോപ്പുലേഷൻ, നമ്മൾ പോപ്പുലേഷനിൽ നോക്കുകയാണ്. ഓക്കെ, സെയിം തിങ് തന്നെ, വെദർ ഇറ്റ് ഈസ് ഡ്യൂ ടു റിയൽ ഓർ വെദർ ഇറ്റ് ഈസ് ഡ്യൂ ടു എ ചാൻസ് ഒക്കറൻസ്. ആൻഡ് ടു ഇവാലുവേറ്റ് ദ എഫിക്കസി ഓഫ് വാക്സിൻസ് ഓഫ് സെറ ഇൻ ദ ഫീൽഡ്. ഓക്കെ, നമ്മൾ എപ്പിഡമോളജി ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ബയോസ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പുഷ് വേണം, അല്ലെങ്കിൽ ബയോസ്റ്റാറ്റിസ്റ്റിക്സ് അതിന് സൈഡായിട്ട് പോകണം. അതിന് അപ്പോൾ സെയിം സംഭവങ്ങൾ തന്നെയാണ്. And in epidemiological studies, to find the role of causative factors, whether it is statistically tested, okay, and to study the correlation between attributes in same population, to measure morbidity and mortality. Everywhere we need, okay, achievements of public health programs. avade namukku ee significance parayanam. To fix priorities in public health programs, and to help and promote the health legislations and create administrative standards for oral health. അതായത് ഏത് പ്രോഗ്രാം ആണോ നല്ലത്, ഇന്ന പ്രോഗ്രാമാണ് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ്, അല്ല ഇന്ന പ്രോഗ്രാമാണ് ബെറ്റർ എന്ന് പറയണമെങ്കിൽ വി വോണ്ട് ദ ഹെൽപ്പ് ഓഫ് എ സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ, സോ അതൊക്കെയാണ് യൂസസ് ഓഫ് ബയോസ്റ്റാറ്റിസ്റ്റിക്സ്. ഇനി നമുക്ക് ബേസിസ് ഫോർ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ 3 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ്: പോപ്പുലേഷൻ, വേരിയബിൾ ആൻഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ ദ പോപ്പുലേഷൻ. ഓക്കെ, സോ പോപ്പുലേഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ജനറൽ പോപ്പുലേഷൻ. നിങ്ങൾക്ക് പറയാം എന്താണ് പോപ്പുലേഷൻ, നമ്മളൊരു പെർട്ടിക്കുലർ ആൾക്കാരെ മാത്രം സെലക്ട് ചെയ്യാം, അതൊക്കെ നിങ്ങൾ എപ്പിഡമോളജിയിൽ കണ്ടു കഴിഞ്ഞു. സോ അങ്ങനെയും സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഹോൾ പോപ്പുലേഷൻ ആവാം. സോ ദാറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സ്റ്റഡി. സോ ദാറ്റ് ഈസ് അബൌട്ട് പോപ്പുലേഷൻ. ഈ പോപ്പുലേഷനിലേക്കാണ് നമ്മുടെ സ്റ്റഡി റിസൾട്ട്സ് ആപ്ലിക്കബിൾ ആവുക. ഓക്കെ, പിന്നെ വരുന്ന ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് വേരിയബിൾ ആണ്. ഓക്കെ, സോ വാട്ട് ഈസ് എ വേരിയബിൾ? ഇനി നിങ്ങൾ ഈ ടേംസ് ഒക്കെ ക്ലിയർ ആയിട്ട് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഞാനിനി കുറേ കഴിയുമ്പോൾ ഇന്ന വേരിയബിൾ, ഈ വേരിയബിൾ, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് വേരിയബിൾ, എന്താണ് പോപ്പുലേഷൻ എന്നൊക്കെ രജിസ്റ്റർ ആയിട്ടുണ്ടാവണം. സോ വേരിയബിൾ എന്ന് പറയുമ്പം ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്, എ കണ്ടീഷൻ
or a concept or an event whose value is free to vary within the population. So anything which can vary within a population, that is called as a variable. Okay, vary ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം. Okay, so variable നമുക്ക് classification of variable നോക്കാം, and it is truly based on the nature of data. ഇപ്പോൾ ഡേറ്റ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മളിപ്പോൾ കോൾ ആക്കിയില്ലേ, എമൗണ്ട് ഓഫ് ഷുഗറും ഡെൻ്റൽ കേരീസിൻ്റെ ഒക്കറൻസിൻ്റെ നമ്മൾ ക്വാണ്ടിഫൈ ചെയ്ത് 2 കോൾ ആക്കിയില്ലേ. സോ അതൊക്കെയാണ് നമ്മുടെ ഡേറ്റ. നമ്മുടെ സ്റ്റഡിയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ടാബ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളുമാണ് നമ്മൾ ഡേറ്റ എന്ന് പറയുന്നത്. ഓക്കെ, so variable can be classified into numerical and categorical data. So numerical is otherwise known as quantitative, quantity, numerical, numbers. So numbers represents quantity. So numerical otherwise known as quantitative, categorical otherwise known as qualitative variable. Okay, that is the first stage of classification, numerical and categorical. And this numerical is again divided into discrete and continuous data. സോ ക്വാണ്ടിറ്റി ആണ്. അപ്പം കണ്ടിന്യൂസ് എന്ന് പറയുമ്പം നമ്പേഴ്സ് എന്നുള്ളൊരു ഐഡിയ കിട്ടിയല്ലോ. സോ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡേറ്റ നമുക്ക് ഇപ്പം 62.4, 63.5 അങ്ങനെ കണ്ടിന്യൂസ് സെറ്റ് ഓഫ് ഡേറ്റാസ് ആണ് കണ്ടിന്യൂസ് ഡേറ്റ. ആൻഡ് ഡിസ്ക്രീറ്റ് മീൻസ് നമുക്ക് അങ്ങനെ പോയിന്റ് ഒന്നും ഉണ്ടാവില്ല, ഹോൾ നമ്പേഴ്സ് ആയിരിക്കും, 1, 2, 3 അങ്ങനെയായിരിക്കും. സോ ദാറ്റ് ഈസ് ഡിസ്ക്രീറ്റ് ഡേറ്റ. എക്സാമ്പിൾസ് പറയുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിരിക്കും. ദെൻ കാറ്റഗറിക്കൽ അല്ലെങ്കിൽ ക്വാളിറ്റി. ഇപ്പോൾ ക്വാളിറ്റിക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കോംപ്ലക്ഷൻ, നമ്മുടെ ക്യാരക്ടർ, അതൊക്കെ ക്വാളിറ്റേറ്റീവ് ഡേറ്റയ്ക്ക് എക്സാമ്പിളാണ്. ഓക്കെ, കാറ്റഗറിക്കൽ ഡേറ്റ ഓർ ക്വാളിറ്റേറ്റീവ് ഡേറ്റ ഇസ് അഗെയിൻ ഡിവൈഡഡ് ഇൻ ടു ഓർഡിനൽ ആൻഡ് നോമിനൽ ഡേറ്റാസ്. ഓക്കെ, സോ ഈ ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ബേസിസിലായിരിക്കും നമ്മൾ ഏത് സെറ്റ് ഓഫ് ഡേറ്റയ്ക്ക് ഏത് ടെസ്റ്റ് ആണെന്ന് പോലും ഡിസൈഡ് ചെയ്യുന്നത്. സോ മനസ്സിലാക്കിക്കോളാം കേട്ടോ. സോ നെക്സ്റ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ക്വാളിറ്റേറ്റീവ് അല്ലെങ്കിൽ കാറ്റഗറിക്കൽ ഡേറ്റ, അതിന് ഞാൻ പറഞ്ഞു 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്, നോമിനൽ ആൻഡ് ഓർഡിനൽ. ഓക്കെ, സോ നോമിനൽ മീൻസ് എക്സ്ക്ലൂസീവ് ആൻഡ് അൺഓർഡേർഡ്. ഓക്കെ, നോമിനൽ ഡേറ്റ എന്ന് വെച്ചാൽ അത് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ അതിന് നമുക്കൊരു നെയിം ഉണ്ടാവും, പക്ഷെ അത് അൺഓർഡേർഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ബ്ലഡ് ഗ്രൂപ്പ്, റിലീജിയൻ, ജെൻഡർ ഒക്കെ. ഇപ്പോൾ ബ്ലഡ് ഗ്രൂപ്പിനൊക്കെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്, ഇറ്റ് ഈസ് എക്സ്ക്ലൂസീവ് ആണ് ആൻഡ് ഇറ്റ് ഈസ് അൺഓർഡേർഡ് ആണ്. അതിന് പ്രത്യേകിച്ച് ഓർഡർ ഒന്നുമില്ല, A, B, O അങ്ങനെയാണ്. റിലീജിയനും അതുപോലെ, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, നമ്മൾ അതിനെ ഓർഡർ ചെയ്യാനൊന്നും പറ്റില്ല. അതുപോലെ ജെൻഡർ, മെയിൽ ഓർ ഫീമെയിൽ അല്ലേ, നമുക്കതിന് ഒരു കാറ്റഗറൈസേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഡേറ്റാസിനാണ് നമ്മൾ നോമിനൽ ഡേറ്റാസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ഓർഡിനൽ ഡേറ്റ? ഓർഡിനൽ ഇതൊക്കെ ക്വാളിറ്റിയാണ് കേട്ടോ. സോ ഇറ്റ് ഈസ് ക്വാളിറ്റീസ്. നമുക്കിവിടെ നമ്പേഴ്സ് ആയിട്ട് ഇതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. ദീസ് ആർ ഓൾ ക്വാളിറ്റേറ്റീവ് വേരിയബിൾ, അല്ലെങ്കിൽ കാറ്റഗറീസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാറ്റഗറിക്കൽ വേരിയബിൾ. സോ ഓർഡിനൽ എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ് ആണ് ആൻഡ് ദേ ആർ ഓർഡേർഡ്. ഓക്കെ, ഇവിടെ ഓർഡറിങ് വരുന്നുണ്ട്, അൺഓർഡേർഡ് അല്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ സ്റ്റേജസ് ഓഫ് ദ ഡിസീസ്. ഓക്കെ, നമുക്ക് ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 എന്ന് പറയാം അല്ലേ. അതുപോലെ പെയിൻ സ്കോർ, നമ്മുടെ വേദനയുടെ എന്താ പറയുക, നമ്മുടെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ നമ്മുടെ ത്രെഷോൾഡിനെ നമുക്ക് പെയിൻ സ്കോറായിട്ട് അതിനെ നമുക്ക് എന്താ പറയുക ഓർഡറായിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. ഓക്കെ, അതിനൊരു സ്കെയിൽ തന്നെ ഉണ്ട്, 0, 1, 2, 3 എന്ന് പറഞ്ഞിട്ട്. സോ അവിടെ എല്ലാം ഒരു ഗ്രേഡിങ് വരുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ഓർഡേർഡ്. അതാണ് ഓർഡിനൽ ഡേറ്റ. ഓക്കെ, സോ നോമിനൽ കഴിഞ്ഞു, ഓർഡിനൽ കഴിഞ്ഞു. ചിലപ്പം എക്സാമ്പിൾസ് തന്നിട്ട് നിങ്ങളോട് ഇത് ഏത് കൈൻഡ് ഓഫ് ഡേറ്റ എന്നൊക്കെ ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഇസ് ക്വാണ്ടിറ്റേറ്റീവ്. അപ്പോൾ അവിടെ നമ്പേഴ്സ് ആണ്. ഓക്കെ, സോ ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ്. ഇപ്പം ഡിസ്ക്രീറ്റ് ഞാൻ പറഞ്ഞു, ഇവിടെ ഇൻഡിജേഴ്സ് ആണ്, ഹോൾ നമ്പേഴ്സ് ആണ്, കൗണ്ട് ആണ്, വാല്യൂസ് ആണ്. ഇപ്പം നമ്പർ ഓഫ് ടീത്ത് വിത്ത് DK, ഇപ്പം 3, 2 അല്ലെങ്കിൽ 5 അങ്ങനെയല്ലേ അവിടെ വരാൻ പറ്റില്ല. അല്ലാണ്ട് 5.5 എന്നൊരു കൗണ്ടൊന്നും ഇല്ലല്ലോ. So number of people waiting in front of the doctor's room. So that all are discrete data. Number of members in the factory. Okay, അതൊക്കെ ഡിസ്ക്രീറ്റ് ഡേറ്റ ആണ്. സോ നമ്മുടെ സ്റ്റഡിക്ക് അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കണം നമുക്ക് നമ്മളെ ഡേറ്റാസ് സെറ്റ് എങ്ങനെയാണ്, ഡിസ്ക്രീറ്റ് ആണോ കണ്ടിന്യൂസ് ആണോ എന്ന്. ഓക്കെ, നെക്സ്റ്റ് ഇസ് കണ്ടിന്യൂസ് ഡേറ്റ. അത് ഞാൻ പറഞ്ഞു ഒരേ റേഞ്ചിൽ അങ്ങോട്ട് പോകുന്നത്, പോയിന്റ് ഉണ്ടാവാം, കണ്ടിന്യൂസ് ആണ്. ഓക്കെ, നമ്മുടെ ഹൈറ്റ്, വെയ്റ്റ്, നമ്മുടെ ഏജ്, സോ ദാറ്റ് ഓൾ ആർ കണ്ടിന്യൂസ് ഡേറ്റ. ഓക്കെ, ഹൈറ്റ് 153.5 വരാം, വെയ്റ്റ് 68.5 വരാം, അവിടെ ഇൻറ്റിജേഴ്സ് ഒന്നുമല്ല, ഇറ്റ് ആൾ കണ്ടിന്യൂസ് ഡേറ്റ. ഏജ് 1.5 വരാം, 1/4 വരാം. സോ അതാണ് കണ്ടിന്യൂസ് ഡേറ്റ. ഓക്കെ, അപ്പോൾ ഈ കാറ്റഗറൈസേഷൻ ക്ലിയർ ആയല്ലോ. ഓക്കെ, നൗ വി ആർ മൂവിങ് ടു വേരിയബിളിൻ്റെ വേറൊരു ക്ലാസിഫിക്കേഷനാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഞാൻ ഇതിനെപ്പറ്റി ചെറുതായിട്ട് എപ്പിഡമോളജിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുകയാണെങ്കിൽ
അന്ന് ഞാൻ കുറച്ചൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എ വേരിയബിൾ ദാറ്റ് ഈസ് പെർസ്യൂം ടു ഇൻഫ്ലുവൻസ് ദ അതർ വേരിയബിൾ. നമ്മൾ എന്താണോ ഒരു നമ്മുടെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു സംഭവത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഓക്കെ, ഓർ ഇറ്റ് ഈസ് ദ പെർസ്യൂം ടു കോസ്, വെയർ ആസ് ദ ഡിപെൻഡൻറ്റ് വേരിയബിൾ ഈസ് ദ ഇഫക്റ്റ്. അത് കോസും ഇത് ഇഫക്റ്റുമാണ്. അപ്പം അന്ന് ഞാൻ അവിടെ എക്സാമ്പിൾ പറഞ്ഞത്, ഇപ്പം നമ്മൾ ജിഞ്ചിവൈറ്റിസിൽ ഒരു മൗത്ത് വാഷിൻ്റെ ഇഫക്റ്റീവ്നെസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇഫക്റ്റ് എന്ന് പറയുന്നത് ജിഞ്ചിവൈറ്റിസ് ആണ്. സോ നമ്മളിവിടെ നോക്കുന്ന സംഭവം ഏതാണോ മറ്റേ വേരിയബിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അത് ഇൻഡിപെൻഡൻ്റ് ആണ്, ദാറ്റ് ക്യാൻ ചേഞ്ച്. ഓക്കെ, അപ്പം അതാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, ദാറ്റ് ഇഫക്റ്റീവ്നെസ് ഓഫ് ദ മൗത്ത് റിൻസ്, ഇഫക്റ്റീവ്നെസ് ഓഫ് ദ മൗത്ത് റിൻസ്, ആൻഡ് ദ ഡിപെൻഡൻറ്റ് വേരിയബിൾ ഈസ് gingivitis. Okay, so dependent variable which is affected by the independent variable. So അതാണ് നമ്മുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഓക്കെ, ഏതിനാലാണോ എഫക്റ്റ് ചെയ്യപ്പെടുന്നത് അതാണ് ഡിപ്പെൻഡൻറ്റ്. ഓക്കെ, ഇറ്റ് റെസ്പോൺസ് ടു ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, അതനുസരിച്ച് മാറും. ഓക്കെ, ഈ ഡിപ്പെൻഡൻറ്റും ഇൻഡിപെൻഡൻറ്റും ക്ലിയർ ആക്കുക. ഡിപ്പെൻഡൻറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഇഫക്റ്റ്, ഔട്ട്കം. സോ ഇൻഡിപെൻഡൻ്റ് ആണ് നമ്മൾ പരീക്ഷിച്ച് നോക്കാൻ പോകുന്ന സംഭവം, അല്ലെങ്കിൽ നമ്മൾ ചേഞ്ച് ചെയ്യാൻ നോക്കുന്ന സംഭവം. അതായത് അത് കൂട്ടിയാലും കുറച്ചാലും ഇതിനോട് എന്താ സംഭവിക്കുക. സോ ദാറ്റ് ഈസ് ലൈക്ക് ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, ദിസ് ഡിപ്പെൻഡൻറ്റ് ഇസ് ഓൾവേസ്, എന്താ പറയുക, ഈ ഡിപ്പെൻഡൻ്റ് എന്ന് വെച്ചാൽ ഇത് ഈ നമ്മുടെ കൂട്ടയും കുറയ്ക്കുന്നതനുസരിച്ച് ഈ സംഭവം മാറും. സോ ഡിപ്പെൻഡൻറ്റ് ഇസ് ഓൾവേസ് ഡിപ്പെൻഡൻറ്റ്. അതുകൊണ്ടാണ് ആ ഡിപ്പെൻഡൻറ്റ് എന്നുള്ള പേര് വന്നത്. മനസ്സിലായോ? ഓക്കെ, സോ ഇൻഡിപെൻഡൻറ്റും ഡിപ്പെൻഡൻറ്റും, അല്ലെങ്കിൽ എളുപ്പത്തിൽ ഓർക്കാൻ വേണ്ടിയിട്ട് കോസും ഇഫക്റ്റും എന്ന് ആലോചിച്ചാൽ മതി. ഒന്ന് ഔട്ട്കം. സോ ഔട്ട്കം ഈസ് ഡിപ്പെൻഡൻറ്റ്, ഇറ്റ് ഈസ് ഓൾവേസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് ഇസ് കൺഫൗണ്ടിങ് വേരിയബിൾ. ഇതിനും ഞാൻ നേരത്തെ ഒരു ചെറിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ എപ്പിഡെമോളജിയിൽ. സോ ദിസ് തേർഡ് വേരിയബിൾ ദാറ്റ് കൺഫൗണ്ട് ദ ഇഫക്റ്റ് ഓഫ് ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഓൺ ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഓക്കെ, അപ്പോൾ അവിടെ ഞാൻ കൺഫൗണ്ടിങ്ങിന് പറഞ്ഞത് ഇറ്റ് ഈസ് എ വേരിയബിൾ ദാറ്റ് ക്യാൻ affect both the exposure and the outcome equally. So cause and effect നെ equally affect ചെയ്യുന്നതിനെയാണ് നമ്മൾ confounding variable എന്ന് പറയുന്നത്. So here nutritional status can be a confounding when we are studying the association between tobacco and oral cancer. Okay, nutritional status, it affects tobacco intake as well, it also affects oral cancer as well. So in that case it is a confounding variable. Clear? ഇനി നമ്മൾ പോകുന്നത് വേറൊരു കാറ്റഗറിയിലേക്കാണ്. ഓക്കെ, so now we are going to measurement scales. നമ്മൾ വേരിയസ് കാറ്റഗറി വേരിയസ് ടൈപ്സ് ഓഫ് വേരിയബിൾസ് പഠിച്ചു. ഇനി ഈ വേരിയബിൾസിനെ, ഓക്കെ, ദർ ആർ വേസ് ടു കാറ്റഗറൈസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേരിയബിൾസ്. ഓരോ സ്കെയിലായിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. സോ അതിനെയാണ് നമ്മൾ മെഷർമെൻറ്റ് സ്കെയിൽസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ പല പല ലെവൽസ് ഓഫ് സ്കെയിൽസ് ഉണ്ട്. അപ്പം ആ സ്കെയിൽസിനകത്ത് നമുക്ക് പെർട്ടിക്കുലർ ആയിട്ടുള്ള സെറ്റ് ഓഫ് ഡേറ്റാസിനെ മാത്രമേ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതാണ് മെഷർമെൻറ്റ് സ്കെയിൽസ്. ഓക്കെ, അപ്പം 4 സ്കെയിൽസ് ആണ് നമ്മൾ പറയാറ്. ആ സ്കെയിൽസ് അനുസരിച്ച് നമ്മുടെ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഡേറ്റാസും നമ്മുടെ ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങും എല്ലാം ആ സ്കെയിൽസ് അനുസരിച്ച് ഡിഫറൻസ് വരും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ മെഷർമെൻറ്റ് സ്കെയിൽസ് അറിയണം എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളത്, ഇതിപ്പം എന്തെങ്കിലും ഒരു എക്സാമ്പിൾ തന്നിട്ട്, എന്താ പറയുക, ഈ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഗ്രേഡിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ തന്നിട്ട് ഇത് ഏത് സ്കെയിലിന് എക്സാമ്പിൾ എന്നാണ് പൊതുവേ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ നോമിനൽ സ്കെയിലാണ്. ഓക്കെ, നോമിനൽ സ്കെയിൽ എപ്പോഴും ക്വാളിറ്റേറ്റീവ് ഡേറ്റയ്ക്കാണ്, ആ കാറ്റഗറൈസേഷൻ പോലെ. അതിന് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു ക്വാളിറ്റിയാണ്. അപ്പം ജെൻഡർ, പിന്നെ കോംപ്ലക്ഷൻ, വൈറ്റ് ആണോ ബ്ലാക്ക് ആണോ, ഹെയർ കളർ, റിലീജിയൻ, ബ്ലഡ് ഗ്രൂപ്പ്, ഇതൊക്കെയാണ് നോമിനൽ ഡേറ്റ. ഓക്കെ, സോ ഇറ്റ് ഹാസ് ഗോട്ട് എ ഐഡൻറ്റിറ്റി, അല്ലെങ്കിൽ ഒരു നെയിം ഉണ്ട്, അത്രയേ ഉള്ളൂ, വേറെ അതിനകത്ത് ഒന്നുമില്ല, ജസ്റ്റ് എ നെയിം. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് ഓർഡിനൽ. ഓക്കെ, ഓർഡിനൽ സ്കെയിലാണ്, നോമിനൽ സ്കെയിൽ ആൻഡ് ഓർഡിനൽ സ്കെയിൽ. ഓക്കെ, ഓർഡിനലിന് ഇറ്റ് ഹാസ് ഗോട്ട് എൻ ഐഡൻറ്റിറ്റി ആൻഡ് ദ ഡേറ്റാസ് വിൽ ബി അറേഞ്ച്ഡ് ഇൻ ആൻ ഓർഡർ. സോ അതാണ് ഓർഡിനൽ എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ സോഷ്യോ എക്കണോമിക് സ്റ്റേറ്റസ്. അപ്പോൾ അതിന് നമുക്ക് റിച്ച്, അതിനൊരു ഗ്രഡേഷൻ ഉണ്ട് ഇല്ലേ. സോ നമ്മൾ 1, 2, 3, 4, 5 എന്ന് പറഞ്ഞിട്ട് നമ്മൾ സോഷ്യോ എക്കണോമിക് സ്റ്റേറ്റസിന് അങ്ങനെ ഗ്രേഡ് ചെയ്യും. അതുപോലെ റാങ്കിങ് ഓഫ് സ്റ്റുഡൻസ്, അപ്പം നമ്മൾ ഇത്ര % above 1, ഇത്ര % above 2. സോ അതൊക്കെ ഒരു ഓർഡർ ഉണ്ട്. ആൻഡ് ഗ്രേഡിങ് ഓഫ് ഡിസീസ്, മൈൽഡ്, സിവിയർ, മോഡറേറ്റ്, അല്ലേ. സോ ഇവിടെ ഐഡൻറ്റിറ്റി ഉണ്ട്, ഒരു റാങ്കിങ് ഓർഡറും ഉണ്ട്. സോ അങ്ങനെയുള്ള ഡേറ്റാസ് വരുന്നതാണ് ഓർഡിനൽ സ്കെയിലായിട്ട് നമ്മൾ പറയാറ്. ഓക്കെ, അപ്പം നോമിനൽ എന്ന് പറയുന്നതാണ് ലോവസ്റ്റ് ഫോം ഓഫ് മെഷർമെൻറ്റ്. ഓക്കെ, ജസ്റ്റ് അതിനകത്ത് ഓർഡർ ഒന്നുമില്ല, ജസ്റ്റ് ഐഡൻറ്റിറ്റി മാത്രം. ഓർഡിനൽ സ്കെയിൽ എന്ന് പറയുന്നത് അതിനെ കുറച്ച് ജസ്റ്റ് എബവ്, അതിനകത്ത് ബോത്ത് ഐഡൻറ്റിറ്റി ആൻഡ് ഇറ്റ് ഹാസ് ഗോട്ട് ആൻ ഓർഡർ.
ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ഇൻ്റർവെൽ ആണ്. ഇൻ്റർവെൽ എന്ന് പറയുന്നത് ആ പേര് പോലെ തന്നെ ഡേറ്റാസ് വിൽ ബി പ്ലേസ്ഡ് ഇൻ ഡെഫിനിറ്റ് ഇൻ്റർവെൽസ്. ഓക്കെ, ഇറ്റ് ഹാസ് ഗോട്ട് ഐഡൻറ്റിറ്റി ആസ് വെൽ ആസ് ഓർഡർ ആൻഡ് ആസ് വെൽ ആസ് ഇറ്റ് വിൽ ബി പ്ലേസ്ഡ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ്. അതാണ് ഇൻ്റർവെൽ സ്കെയിൽ. ഫോർ എക്സാമ്പിൾ ടെമ്പറേച്ചർ. ഓക്കെ, അപ്പം ഐഡൻറ്റിറ്റി ഉണ്ട്, അതിന് ഓർഡറും ഉണ്ട്, പിന്നെ ഓരോ ഡിഗ്രിയും ലൈക്ക് ഈക്വൽ ഇൻ്റർവെൽസിലല്ലേ ടെമ്പറേച്ചർ പോകുന്നത്, സെൽഷ്യസ് ടെമ്പറേച്ചർ. സോ അതാണ് ഇൻ്റർവെൽ സ്കെയിലിനുള്ള ഒരു എക്സാമ്പിൾ. അപ്പം നമ്മൾ ടെമ്പറേച്ചർ തന്നെ നോക്കുമ്പം 50 ഡിഗ്രിയും 60 ഡിഗ്രിയും തമ്മിലുള്ള ഡിഫറൻസ് 10 ആണ്. അതുപോലെ 80യും 70യും തമ്മിലുള്ള ഡിഫറൻസും 10 ആണ്. അപ്പം ഈക്വൽ ഇൻ്റർവെൽസിലാണ് അത് പോകുന്നത്. സോ അതാണ് ഇൻ്റർവെൽ സ്കെയിൽ. ഓക്കെ, ദെൻ റേഷ്യോ എന്ന് പറയുന്നതാണ് ഹയസ്റ്റ് ലെവൽ, റേഷ്യോ സ്കെയിൽ. അപ്പം അവിടെ അതിന് ഐഡൻറ്റിറ്റി ഉണ്ട്, ഇറ്റ് ഹാസ് ഗോട്ട് ആൻ ഓർഡർ ആൻഡ് ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ഡെഫിനിറ്റ് ഇൻ്റർവെൽസ് ആൻഡ് ഇറ്റ് ഹാസ് ഗോട്ട് എ കോൺസെപ്റ്റ് ഓഫ് മീനിങ് ഫുൾ സീറോ. ഓക്കെ, അതാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു സീറോ എന്ന് പറയുന്നത്, ഒരു നാച്ചുറൽ 0 പോയിൻ്റ് എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് ആ ഡേറ്റാസിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, so data with a set of or with a concept of natural 0 point, the interval scale data is placed with a meaningful ratio. For example, age, weight, height, time. So age ഒക്കെ നമുക്ക് 0 ഏജ് എന്ന് പറയാം അല്ലേ. അപ്പോൾ കുട്ടി ജനിച്ച സമയത്ത് 0 ഏജ്. ഹൈറ്റ്, ഇപ്പോൾ സംഭവത്തിന് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിന് ഹൈറ്റ് ഇല്ല. വെയിറ്റ്, ടൈം ഒക്കെ നമുക്ക് മീനിങ് ഫുൾ 0 എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവരാം. വേറെ ടെമ്പറേച്ചർ ഒരിക്കലും 0 ആക്കാൻ പറ്റില്ല. എപ്പോഴും 0 ടെമ്പറേച്ചർ ഡസൻറ്റ് എക്സിസ്റ്റ്, റൈറ്റ്? നമ്മൾ 0 ടെമ്പറേച്ചറിൽ ഒരിക്കലും നമ്മൾ ഇല്ല, ടെമ്പറേച്ചർ 0 ആയിക്കഴിഞ്ഞാൽ അല്ലേ. അതുപോലെ ബ്ലഡ് ഗ്രൂപ്പോ റിലീജിയനോ നമുക്ക് 0 ആക്കാൻ പറ്റില്ല. സോ ഇവിടെ ഏജ്, ഹൈറ്റ്, വെയിറ്റ് ഒരു 0 കോൺസെപ്റ്റിലേക്ക് കൊടുക്കാൻ പറ്റുന്ന സംഭവമാണ് റേഷ്യോ വിത്ത് ഓൾ ദ പ്രോപ്പർട്ടീസ് സെഡ് അബവ്. ഇറ്റ് ഹാസ് ഗോട്ട് എൻ ഐഡൻറ്റിറ്റി, ഇറ്റ് ഹാസ് ഗോട്ട് എൻ ഓർഡർ ആൻഡ് ഇറ്റ് ഹാസ് പ്ലേസ്ഡ് ഇൻ എൻ ഈക്വൽ ഇൻ്റർവെൽസ്. ഓക്കെ, ആൻഡ് ദിസ് സ്കെയിൽ ഇസ് ബയോമെഡിക്കലി മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ്. നിങ്ങൾക്ക് യൂഷ്വലി ചോദിക്കാറ് എക്സാമ്പിൾ എന്നിട്ട് ഏത് സ്കെയിലാണ് ഇത് പെടുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഈ സ്കെയിൽസ് പഠിക്കേണ്ടത് നമ്മൾ ഏത് ടെസ്റ്റാണ് ഏത് ഡേറ്റ സെറ്റിന് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് ഈ സ്കെയിൽസ് വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അതായത് നമ്മൾ റിസൾട്ട് എല്ലാം കിട്ടി നമുക്ക് പി വാല്യൂ കണ്ടുപിടിക്കേണ്ടേ, ആ സമയത്ത് ടെസ്റ്റ് ചെയ്യണ്ടേ. സോ ആ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നമ്മൾ ഡേറ്റ സെറ്റ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. സോ അവിടെ ടെസ്റ്റും ഈ ഒരു സ്കെയിലും തമ്മിൽ ചെറിയൊരു റിലേഷൻ ഉണ്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് സ്കെയിൽ മനസ്സിലാക്കണം എന്ന് പറഞ്ഞത്. ഓക്കെ, സോ അത്രയേ ഉള്ളൂ സ്കെയിൽസിനെ പറ്റിയിട്ട്. ഇനി അത് ചെറിയൊരു സ്നാപ്ഷോട്ട് പോലെ. നോമിനൽ, നെയിംഡ് വേരിയബിൾസ് മീൻസ് identity. Then ordinal, it has got name and order. Interval, name, order plus proportionate interval between variables. And ratio, both, all the three plus it has got it can accommodate an absolute 0 concept. Okay, അപ്പോൾ നമ്മൾ വേരിയബിൾസ് പഠിച്ചു. അതായത് ബയോസ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ബേസിസിൽ ഫസ്റ്റ് വണ്ണാണ് പോപ്പുലേഷൻ, സെക്കൻഡ് വണ്ണാണ് നമ്മുടെ വേരിയബിൾ. സോ നമ്മൾ ആ വേരിയബിളിലാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി തേർഡ് വൺ എന്താണെന്ന് വെച്ചാൽ a probability distribution. ഓക്കെ, അപ്പം ഈ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. എന്തെങ്കിലും ഒരു സംഭവത്തിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ എങ്ങനെയാണോ അത് ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സംതിങ് എങ്ങനെയാണോ അത് പോകുന്നത്, അതാണ് ഡിസ്ട്രിബ്യൂഷൻ. ഇനി പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ മീൻസ് ഇറ്റ് ഈസ് എ വേ ടു എന്യൂമറേറ്റ് ദ ഡിഫറെൻറ്റ് വാല്യൂസ് എ വേരിയബിൾ ക്യാൻ ഹാവ് ആൻഡ് ഹൗ ഫ്രീക്വൻ്റ്ലി ഈച്ച് വേരിയബിൾ അപ്പിയേഴ്സ് ഇൻ ദ പോപ്പുലേഷൻ. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ 2 ടേബിൾ ഉണ്ടാക്കിയല്ലോ, ഷുഗറും എമൗണ്ട് ഓഫ് ഷുഗറും നമ്മുടെ ഇൻഡൈസസും, എത്ര ഡി കെ, നമ്പർ ഓഫ് ഡി കെ ടൂത്ത് തമ്മിലൊരു ടേബിള്. ഓക്കെ, ആ ടേബിള് ഓക്കെ, അപ്പം അവിടെ വേരിയബിൾ എന്ന് പറയുന്നത് നമുക്ക് ഔട്ട്കം വേരിയബിളും ഉണ്ട്, അതായത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഉണ്ട്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഉണ്ട്. സോ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് വെച്ചാൽ നമ്മൾ എമൗണ്ട് ഓഫ് ഷുഗറാണ്, അതാണ് അവിടെ ചേഞ്ച് ചെയ്യുന്നത്. ആൻഡ് ദ ഡെൻ്റൽ കേരീസ് ഇസ് ഓൾവേസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദിസ് എമൗണ്ട് ഓഫ് ഷുഗർ. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഒരു ഡിപ്പെൻഡൻ്റ് ആണ്. സോ ആ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എങ്ങനെയാണ് നമ്മുടെ സ്റ്റഡിയിൽ അല്ലെങ്കിൽ നമ്മുടെ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസിൽ ഹൗ ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ആൻഡ് വാട്ട് ആർ ദ ചേഞ്ചസ്. ഓക്കെ, ആൻഡ് ഹൗ ഫ്രീക്വൻ്റ്ലി ഈച്ച് വേരിയബിൾ അപ്പിയേഴ്സ് ഇൻ ദ പോപ്പുലേഷൻ. അതായത് കേരീസ് അല്ല, ഷുഗർ കൂട്ടുകയും കുറയ്ക്കുക അനുസരിച്ച് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസിന് എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നത്. അങ്ങനെ നമ്മളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഫ്രീക്വൻസി പ്ലോട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് മീൻസ് the different values a variable can have and how frequently, like how it is appearing in each variable appears in a population.
സോ ആക്ച്വൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഇസ് അപ്രോക്സിമേറ്റഡ് ടു എ തിയററ്റിക്കൽ കർവ്. സോ ആ കർവാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഒരു പീക്ക് എത്തിയിട്ട് പിന്നെ അത് കുറഞ്ഞ് വരും. ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഹൈപ്പോത്തറ്റിക്കലായിട്ട് ഈ ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെയാണ് വേണ്ടത് എന്നാണ് പറയുന്നത്. സോ അതാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഈ പ്രോബബിലിറ്റി നമ്മുടെ ഡിസീസ് അല്ല, നമ്മുടെ കോസ് ആൻഡ് ഇഫക്റ്റ് പ്രോബബിലിറ്റി അല്ല, നമ്മുടെ കോസ് കാരണം ഈ ഒരു ഇഫക്റ്റ് ഈ ഒരു പ്രോബബിൾ ഡയറക്ഷൻ അല്ലെങ്കിൽ ഈ പ്രോബബിൾ ഡിസ്ട്രിബ്യൂഷനിലേക്കാണ് വരുന്നത് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? ഈ ഡിസ്ട്രിബ്യൂഷൻ തന്നെ നോർമൽ ഡിസ്ട്രിബ്യൂഷനും ഉണ്ട്, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും ഉണ്ട്. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ പലതരത്തിലാവാം. നമ്മൾ വിചാരിക്കുന്ന പോലെ എപ്പോഴും ആ ഒരു കേർവ് ആയിരിക്കണം ഐഡിയലി, പക്ഷെ ചേഞ്ചസ് വരാം. ഓക്കെ, നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് ഞാൻ നേരത്തെ കാണിച്ച എക്സാമ്പിൾ, ഒരു ബെൽ ഷേപ്ഡ് കേർവ്. ഓക്കെ, പിക്ചറിൽ കാണിച്ചു. ഇനി ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, അതായത് 2 പോസിബിൾ വാല്യൂസ് വരുമ്പോൾ നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വരാം. ഓക്കെ, ഇനി നോർമൽ ഡിസ്ട്രിബ്യൂഷന് വേരി ചെയ്തിട്ട് നമുക്ക് സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ വരാം, അതായത് റൈറ്റിലേക്കും നീങ്ങാം, നമ്മുടെ കേർവ് ലെഫ്റ്റിലേക്കും നീങ്ങാം. ഓക്കെ, വരുന്നുണ്ട്, ഞാൻ സ്ലൈഡ്സിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ടാണ് നമ്മൾ പി വാല്യൂ കണ്ടുപിടിക്കാൻ പോകുന്നതിനുള്ള ടെസ്റ്റ്. ഏത് ടെസ്റ്റാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം ഈ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അറിയണം. ഓക്കെ, സോ ദ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് ദെൻ ഇൻവോൾവ്സ്. ഇപ്പം നമ്മൾ ബേസിസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചുകൊണ്ട് വരികയാണ്. അപ്പം നമുക്ക് നമ്മുടെ നമ്മൾ ടേബിളാക്കി, നമ്മുടെ വേരിയബിൾസ് ഏതൊക്കെയാണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് എന്താണ് നമ്മൾ ഫർദറായിട്ട് കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് ഏത് ടെസ്റ്റ് ഉപയോഗിച്ചാലാണ് നമുക്ക് പി വാല്യൂ കിട്ടാൻ പറ്റുക. So this statistical inference then involves finding of p-value in the population based on an observation of a carefully selected sample. Okay, നമുക്ക് കിട്ടിയ അല്ലെങ്കിൽ നമ്മുടെ സാമ്പിളിൽ നിന്ന് എടുത്ത കറക്റ്റ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ആണ് നമ്മൾ പി വാല്യൂ കണ്ടുപിടിക്കുന്നത്. ബേസ്ഡ് ഓൺ ദറ്റ് പി വാല്യൂ or based on that observation we are finding that p value. Okay, ആ പി വാല്യൂ എന്ന് നമുക്ക് ഏത് ടെസ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഒരു ചാലഞ്ച്. ഓക്കെ, പി വാല്യൂ നമ്മൾ എന്ത് കൊടുത്താലും സോഫ്റ്റ്വെയർ തരും, പക്ഷെ അത് കറക്റ്റ് ടെസ്റ്റ് ആയിരിക്കണം, അത്രയേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ? സോ ഇനി നമുക്ക് പി വാല്യൂ എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയുള്ളത് ക്ലിയർ ആയല്ലോ. ബേസ് എന്ന് പറയുന്നത് പോപ്പുലേഷൻ ഉണ്ട്, വേരിയബിൾ ഉണ്ട്, പിന്നെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ആ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ടാണ് നമുക്ക് ഏത് ടെസ്റ്റ് ഉപയോഗിച്ചാലാണ് കറക്റ്റായിട്ട് പി വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതിനുള്ള ഒരു ഹിൻറ്റ് കിട്ടുക. അതിനാണ് നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. സോ നോർമൽ ഡിസ്ട്രിബ്യൂഷനും ഉണ്ട്, സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷനും ഉണ്ട്, പിന്നെ ബൈ നോഡൽ ഡിസ്ട്രിബ്യൂഷനും ഉണ്ട്. അതത്ര ഇമ്പോർട്ടൻ്റ് അല്ല ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. സോ ജസ്റ്റ് കോൺസെൻട്രേറ്റ് ഓൺ നോർമൽ ആൻഡ് സ്ക്യൂഡ്. ഓക്കെ, അപ്പോൾ ഈ നോർമലിന് ഒരു സെറ്റ് ഓഫ് ടെസ്റ്റ് ഉണ്ട്, സ്ക്യൂഡിനും വേറൊരു സെറ്റ് ഓഫ് ടെസ്റ്റും ഉണ്ട്. അപ്പം ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന ഒബ്സർവേഷൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ചില സിഗ്നിഫിക്കൻസ് ടെസ്റ്റ് ഉണ്ട്. ആ സിഗ്നിഫിക്കൻസ് ടെസ്റ്റ് ചെയ്താൽ മാത്രമേ വി വിൽ ഗെറ്റ് എ പി വാല്യൂ. ഓക്കെ, അതുപോലെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യാത്ത ഒബ്സർവേഷൻസിന് ടെസ്റ്റ് ചെയ്യാനായിട്ട് വേറെ ഒരു സെറ്റ് ഓഫ് സിഗ്നിഫിക്കൻസ് ടെസ്റ്റ് ഉണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കറക്റ്റ് പി വാല്യൂ കിട്ടുള്ളൂ. സോ അങ്ങനെയാണ് പി വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സംഭവങ്ങളെല്ലാം ചെയ്യുന്നത്. ഓക്കെ, ഈ ഡിസ്ട്രിബ്യൂഷനൊക്കെ നമ്മൾ വിചാരിക്കും നമ്മളിരുന്ന് വരയ്ക്കണം എന്നൊക്കെ. ഇതൊന്നും വരയ്ക്കേണ്ട, ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ സോഫ്റ്റ്വെയർ ഉണ്ട്. ഓക്കെ, സോ ഇതിൻ്റെ കോൺസെപ്റ്റ് മാത്രം നിങ്ങൾ ക്ലിയർ ആക്കുക. ഓക്കെ, ഇനി നമുക്ക് വാട്ട് ഈസ് എ പി വാല്യൂ അതിലേക്ക് പോവാം. സോ വാട്ട് ഈസ് എ പി വാല്യൂ? ഞാൻ നേരത്തെ പറഞ്ഞ സംഭവങ്ങൾ തന്നെയാണ്. സോ ഇറ്റ് ഈസ് എ പ്രോബബിലിറ്റി, അതൊരു പ്രോബബിലിറ്റിയാണ്. ഓക്കെ, ദാറ്റ് ദ ഡിഫറൻസ് അറ്റ്ലീസ്റ്റ് ആസ് ലാർജ് ആസ് ദോസ് ഫൗണ്ട് ഇൻ ദ ഒബ്സർവ്ഡ് ഡേറ്റ would have occurred by chance. അപ്പോൾ പി വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് സജസ്റ്റ് ചെയ്യുന്നത് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ റിസൾട്ട്സ് ദാറ്റ് വി ഹവ് ഗോട്ട് ഈസ് ഡ്യൂ ടു, നമുക്ക് എത്ര ലാർജ് ആയിട്ടുള്ള റിസൾട്ട്സ് കിട്ടിയാലും വെദർ ദ റിസൾട്ട്സ് ദാറ്റ് വി ഹവ് ഒബ്റ്റെയിൻഡ് വുഡ് ഹാവ് occurred ഡ്യൂ ടു ചാൻസ്. ഇറ്റ് ഈസ് ടെല്ലിങ് ദാറ്റ് പ്രോബബിലിറ്റി, നമുക്ക് കിട്ടിയ ഡേറ്റ ചാൻസ് കൊണ്ടാണ് കിട്ടാം എന്ന പ്രോബബിലിറ്റിയാണ് പി വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമാണ്, എക്സ്പീരിമെൻറ്റ്സ് ചെയ്യുമ്പം അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റഡി ചെയ്യുമ്പം ചാൻസിൻ്റെ ഫാക്ടർ വളരെ വലുതാണ്. അപ്പം ചാൻസ് കൊണ്ട് മാത്രമാണ് നമുക്ക് അവിടെ ഒരു ഡിഫറൻസ്, ഇപ്പം ഡിസീസിൻ്റെ കോസ് ഇതാണ് എന്ന് നമുക്ക് കണ്ടുപിടിച്ചത് അതൊരു വ്യത്യാസമായ ഒരു ഫൈൻഡിങ് ആണല്ലോ. സോ ആ ഫൈൻഡിങ് ചാൻസ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ കൊണ്ടാണ് കണ്ടുപിടിച്ചത് എന്നുള്ളത് ഒരു പ്രോബബിലിറ്റിയാണ് പി വാല്യൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ അങ്ങനെ ഷുഗറും ഡെൻ്റൽ കേരീസും എന്ന് പറഞ്ഞ സ്റ്റഡി ചെയ്തിട്ട് നമുക്ക് പി വാല്യൂ ഇഫ് യു ഗെറ്റ് ഇറ്റ് ആസ് ലെസ് ദാൻ 0.05
നമുക്ക് വാല്യൂ സോഫ്റ്റ്വെയർ തരും. ഓക്കെ, then we can tell that this results we have got has the results we have got or the results has got statistical significance. So what is statistical significance means? We are trying to eliminate that probability chance, and hence we are proving that the results what we have got is not due to chance. Clear? Okay, so ആ ഒരു പ്രോബബിലിറ്റി നമ്മൾ അവിടെ എലിമിനേറ്റ് ചെയ്യും. ഇറ്റ് ഇസ് ഡ്യൂ ടു അവർ പ്രോപ്പർ ഫൈൻഡിങ്സ്. അങ്ങനെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻറ്റ്. ഓക്കെ, സോ ബയോസ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഡെഫിനിഷൻ അതിൻ്റെ യൂസസ് പറയുമ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ് ആ വേർഡ് നോക്കാൻ പറഞ്ഞു. സോ വി വോണ്ട് എ സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ്. ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ് കിട്ടിയില്ലെങ്കിൽ ദറ്റ് ഡസൻറ്റ് മീൻസ് സ്റ്റഡി ഈസ് റോങ്. ഇറ്റ് ഈസ് കറക്റ്റ് ബട്ട് വി ഡിഡ്ന്റ് ഗെറ്റ് the chance factor was more important there. അങ്ങനെയും നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ബട്ട് ദ തിങ് ഈസ് ദാറ്റ് വി ഷുഡ് ഹാവ് എ പ്രൂഫ് ദാറ്റ് വി ഹാവ് ഡൺ ദീസ് കൈൻഡ്സ് ഓഫ് ടെസ്റ്റ് ആൻഡ് വി ഹാവ് ഗോട്ട് എ പി വാല്യൂ ലൈക്ക് ദിസ്. എന്തിനായാലും ആ ഒരു പ്രൂഫ് കാണിച്ചാൽ മാത്രമേ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. Okay, so that is what p-value means. It is a probability that the difference we have obtained or the difference that we have found in the observed data, that means our data, study data, would have occurred by chance. And if p-value is less than 0.05, that means we can eliminate the probability of that chance, which suggests or which implies our study is statistically significant. Clear? Okay, then what is high p-value? That is, if it is greater than 0.5. Okay, if p-value is 0.5 ആയാലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം കേട്ടോ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.5. ഓക്കെ, p-value is less than or equal to 0.05 ആണ്, നോട്ട് 0.5, 0.05. അതൊരു കോൺസ്റ്റൻ്റ് ആണ്. അത് നമുക്ക് പല അനാലിസിസ് വഴി നമ്മൾ അങ്ങനെ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ് അത് 0.05. എല്ലാത്തിലും അത് മാത്രമേ ഉള്ളൂ. സോ ഇഫ് ഇറ്റ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.05 then it means our study is statistically significant. Okay, then what is high p-value? That is, if it is greater than 0.05, that is 0.8, 0.6, 0.1, what does it suggest? It suggests there is high probability to get the observed result due to chance. അത്രയേ ഉള്ളൂ. നമ്മുടെ കിട്ടിയിരിക്കുന്ന റിസൾട്ട്സ് ഇത് അങ്ങനെ ഉറപ്പിച്ച് പറയല്ല, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട് ചാൻസ് കൊണ്ട് മാത്രമാണ്. അങ്ങനെ ഒരു എന്താ പറയുക, കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറയുന്നല്ല, എല്ലാം പ്രോബബിലിറ്റിയാണ്. It is all talking about the probability. So if it is greater than 0.05, there is high probability that the observed result that we have got is due to chance. ഓക്കെ, സോ അത് കറക്റ്റാണ്. പക്ഷെ അവിടെ ചാൻസ് ആണ് കുറച്ചും കൂടെ ഹയർ ആയിട്ട് മുന്നിട്ട് നിൽക്കുന്ന ഒരു ഫാക്ടർ. അത്രേ അവിടെ പറയുന്നുള്ളൂ ഹൈ പി വാല്യൂ. നെവർ എവർ ഇറ്റ് സേസ് ദാറ്റ് യുവർ സ്റ്റഡി ഈസ് റോങ്. യുവർ സ്റ്റഡി ഈസ് കറക്റ്റ്, ബട്ട് ദ ഫാക്ടർ വിച്ച് ഈസ് പ്രിഡോമിനേറ്റിംഗ് ഹിയർ ഈസ് or the probability of getting a result due to chance is more here. Okay, then low p value means that is 0.001, 0.000, 0.01, 0.05. That is low p value. That means there is a very low probability to get the observed result due to chance. അവിടെ ചാൻസ് എന്ന് പറയുന്ന ഒരു ഫാക്ടറിന് വളരെ ലോ പ്രോബബിലിറ്റി ആണ്. വി ആർ എലിമിനേറ്റിംഗ് ദാറ്റ് ചാൻസ് പ്രോബബിലിറ്റി. വി ആർ ട്രൈങ് ടു എലിമിനേറ്റ്, ആൻഡ് വാട്ട് എവർ വി ഗോട്ട് ക്യാൻ ബി. സോ ഇറ്റ് ഈസ് ഓൾ എ പ്രോബബിലിറ്റി. ഓക്കെ, മസ്റ്റ് ബി എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ് ക്യാൻ ബി ഡ്യൂ ടു അവർ പ്രോപ്പർ സ്റ്റഡി അല്ലെങ്കിൽ പ്രോപ്പർ ഒബ്സർവേഷൻ. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻറ്റ്. ഓക്കെ, ഇനി 0.05 ഉണ്ട്, ദെൻ 0.001 ഉണ്ട്. സോ അതെന്ന് പറയുന്നത് ഹൈലി സിഗ്നിഫിക്കൻ്റ് ഉണ്ട്, വെരി ഹൈലി സിഗ്നിഫിക്കൻ്റ് ഉണ്ട്, അങ്ങനെ കുറച്ച് കാറ്റഗറീസ് ഉണ്ട്. അത് ഞാൻ പറയാം. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങൾ ഇത്രയും പി വാല്യൂവിനെ പറ്റിയിട്ട് മനസ്സിലാക്കുക. Okay, if it is less than 0.05, that means it is statistically significant and there is very low probability to get the observed result due to chance. അത്രേ പി വാല്യൂ പറയുന്നുള്ളൂ. ഓക്കെ, ഇത് എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. സോ അപ്പോൾ നിങ്ങൾക്ക് പി വാല്യൂ എന്നുള്ള കോൺസെപ്റ്റ് ക്ലിയർ ആയി, വേരിയബിൾസ് ക്ലിയർ ആയി, സ്കെയിൽസ്, വേരിയസ് ടൈപ്സ് ഓഫ് മെഷർമെൻറ്റ് സ്കെയിൽസ് ക്ലിയർ ആയി, ടൈപ്സ് ഓഫ് വേരിയബിൾസ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, ഇതെല്ലാം ക്ലിയർ ആയി. ഇതൊക്കെ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ് കേട്ടോ, ബയോസ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ബേസ് ആണ്. ഇതൊന്നും ക്വസ്റ്റ്യൻസ് ധാരാളം വരാറുണ്ട്. ടൈപ്സ് ഓഫ് വേരിയബിൾസ് ചോദിക്കാറുണ്ട്, സ്കെയിൽസ് ചോദിക്കാറുണ്ട്, പി വാല്യൂ ചോദിക്കാറുണ്ട്, അതിനൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, സോ ഇത് ബേസ് നന്നായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് ഇതിൻ്റെ ഇനിയുള്ളത് കുറച്ചും കൂടെ ഹയർ ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഓക്കെ, നമ്മളെങ്ങനെ സ്റ്റഡീസൊക്കെ റിപ്പോർട്ട് ചെയ്യണം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അത് കഴിഞ്ഞ് ടെസ്റ്റ് ഉണ്ട്,
അങ്ങനെ കുറച്ച് പടിപടിയായിട്ട് നമുക്ക് മുന്നോട്ടേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള സെഷൻ വരുന്ന ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ വരുന്ന സെഷനിൽ ഞാൻ കൂടുതലായിട്ട് പറയുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.